കുവൈറ്റിൽ ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. 5 മണ്ഡലങ്ങളിൽ നിന്നായി 10 വനിതകൾ ഉൾപ്പെടെ 200ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യത്ത് സജ്ജീകരിച്ചിരുന്നത്. റമദാൻ ആയതിനാൽ രാവിലെ 12 മണിയോടെയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. 123 സ്കൂളുകളാണ് പോളിംഗിനായി ക്രമീകരിച്ചിരുന്നത്. വോട്ടിംഗിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മിക്ക ബൂത്തുകളിലും ഉയർന്ന പോളിംഗ് നിരക്കാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ 5 മണ്ഡലങ്ങളിൽ നിന്നായി 10ലേറെ വനിതകൾ ഉൾപ്പെടെ 200ഓളം വരുന്ന സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടുകൾ ശേഖരിച്ച 10 പേർ വീതം മൊത്തം 50 പേരെയാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ഒന്നാം മണ്ഡലത്തിൽ 41 സ്ഥാനാർത്ഥികളും 2ാം മണ്ഡലത്തിൽ 39 സ്ഥാനാർത്ഥികളും 3ാം മണ്ഡലത്തിൽ 32ഉം 4ാം മണ്ഡലത്തിൽ 48ഉം 5ാം മണ്ഡലത്തിൽ 40ഉം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. പിരിച്ചുവിടപ്പെട്ട മുൻ സഭയിലെ അംഗങ്ങളും നിരവധി മുൻ എംപിമാരും മത്സരരംഗത്തുണ്ടായിരുന്നു. രാജ്യചരിത്രത്തിൽ ഇത് 2ാം തവണയാണ് റമദാൻ കാലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി പൊതു അവധിയും പ്രഖ്യാപിച്ചിരുന്നു. വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതിന് പുറമെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലവും പ്രഖ്യാപിക്കും. സുജിത് സുരേഷൻ, ജനം, കുവൈറ്റ്.